നമ്മളെല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് സൺഡേ ആയതുകൊണ്ട് ആ വണ്ടി ഒന്ന് പോട്ടെ. മാക്സിമം വീട്ടിലേക്ക് കയറാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതൊരു ആഘോഷമായിട്ട് നമ്മളെല്ലാവരും പോവുകയാണെന്ന്. അപ്പം ഒരു തരത്തിലുള്ള ഒറ്റ സിമ്പിൾ സൊല്യൂഷൻ മാത്രം കവടിയാറിന് ആപ്ലിക്കബിൾ അല്ല. ഏറ്റവും പ്രായമുള്ള ആളുകൾക്കൊരു മകനെ പോലെയും അവരുടെ മക്കൾ വീട്ടിലില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുവാനും ഏറ്റവും താഴെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉന്നമനം വരുത്തുവാനുള്ള ഒരു മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വാർഡാണ്. ഇത്തവണ 51 സീറ്റിൽ കൂടുതൽ ലഭിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരും, ഒരു സംശയവും വേണ്ട. നമസ്കാരം. തലസ്ഥാനത്തെ നഗരസഭ പിടിച്ചടക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് 3 മുന്നണികളും. എന്തായാലും വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥിയും അണികളും. പ്രചരണം എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കവടിയാർ വാർഡിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ വാർഡ് കൗൺസിലർമാർ അടക്കമുള്ള ആളുകൾ നമ്മളെല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് സൺഡേ ആയതുകൊണ്ട് ആ വണ്ടി ഒന്ന് പോട്ടെ. മാക്സിമം വീട്ടിലേക്ക് കയറാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതൊരു ആഘോഷമായിട്ട് നമ്മളെല്ലാവരും പോവുകയാണെന്ന്. മണ്ഡലത്തിലുള്ള ജനങ്ങളോട് എന്താണ് പറയാൻ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ തിരുവനന്തപുരം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ 40 വർഷമായിട്ട് LDF ഭരിച്ച് നമ്മുടെ പിന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഭാവിയിലെ തിരുവനന്തപുരം ഉണ്ടാക്കുക. അതേപോലെ തന്നെ കവടിയാർ വാർഡ് വിവിധ തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ്. വളരെ ഉയർന്ന സാമ്പത്തിക നിലവാരത്തിലുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ, അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. അങ്ങനെയുള്ള ഒരു 500 ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. അതേ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ഏറ്റവും പാവപ്പെട്ട ആളുകളുണ്ട്. അപ്പം ഒരു തരത്തിലുള്ള ഒറ്റ സിമ്പിൾ സൊല്യൂഷൻ മാത്രം കവടിയാറിന് ആപ്ലിക്കബിൾ അല്ല. ഏറ്റവും പ്രായമുള്ള ആളുകൾക്കൊരു മകനെ പോലെയും അവരുടെ മക്കൾ വീട്ടിലില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുവാനും ഏറ്റവും താഴെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉന്നമനം വരുത്തുവാനുള്ള ഒരു മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വാർഡാണ്. നമ്മുടെ ജില്ലയുടെ ഒരു പരിചയം തന്നെയാണ്. എല്ലാവരും പറയുന്ന ഒരു ധനികന്മാർ മാത്രമുള്ള ഒരു പ്രദേശമല്ല, വളരെ സാധാരണക്കാരുടെ ആളുകളുള്ള പ്രദേശം കൂടിയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉന്നമനം വരുത്തുക, പ്രായമുള്ള ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകം ഒരു മകനെ പോലെ ടേക്ക് കെയർ ചെയ്യുക, അതാണ് എൻ്റെ മുദ്രാവാക്യം. 10 സീറ്റാണ് കോൺഗ്രസിന് ഉള്ളത്. അതൊരു കഠിനമാണോ? ഈ 10 എന്ന് പറഞ്ഞത് കഴിഞ്ഞ തവണ നമുക്ക് ചില തെറ്റുകൾ പറ്റിയതാണ്. അത് ജനങ്ങൾ നൽകിയ ഒരു മാൻഡേറ്റ് അല്ല. ഇത്തവണ 51 സീറ്റിൽ കൂടുതൽ ലഭിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരും, ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഒരു വികാരമാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, വലുതായതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ ഓട്ടത്തിൽ? അയ്യോ ഇല്ല, നമ്മളിപ്പോൾ എല്ലായിടത്തും എല്ലാ വീട്ടിൽ പോയി വോട്ട് ചോദിക്കണം. ഞാൻ നേരത്തെ നിയമസഭാ ഇലക്ഷനും വീടുകൾ കയറുന്ന എൻ്റെ ഒരു ഇഷ്ടം ഇതാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലുള്ള പൊളിറ്റീഷ്യനാണ്. അപ്പോൾ നമുക്കിത് ചെറിയ കാര്യമില്ല. എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഇവിടെ സ്ഥാനാർത്ഥികളാണ്. ഒരു ടീമായിട്ടാണ് പോകുന്നത്. ഭാവിയിൽ ഒരു ടീമായിട്ടാണ് ഈ വാർഡിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും 100%. താങ്ക് യു.
എന്തായാലും കോർപ്പറേഷൻ പിടിക്കാൻ ഉറച്ചു തന്നെയാണ് KS ശബരീനാഥിനെ മത്സരത്തിനായി ഇറക്കിയിരിക്കുന്നത്. നിലവിൽ 10 സീറ്റാണ് കോർപ്പറേഷനിൽ കോൺഗ്രസിന് ഉള്ളത്. അത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു ആലോചനയിലുമാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് നേതൃത്വം പുറത്ത് വിട്ടത്. അതേസമയം തന്നെ ഏറെ വിജയപ്രതീക്ഷ തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.